അതെ വിളിച്ചു പറഞ്ഞും കൊടുത്തയച്ചും, അതെ സമ്മാനമായി കൊടുത്തയച്ചും പേരുകേട്ട ചമ്പക്കുള നിവാസികളോട് പറയുകയാണ്, You shall know the truth and the truth shall deliver you. നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ വിടുവിക്കുകയും ചെയ്യും. ആ വിടുതൽ പ്രാപിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ യേശു കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുവാൻ നിങ്ങളോട് ഞങ്ങൾ ബുദ്ധി ഉപദേശിക്കുന്നു. ദൈവം ഞങ്ങളോട് കൂടെയുണ്ട്. യഹോവ ഞങ്ങളുടെ കൂടെയുണ്ട്. പൈതലിനെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഡൽഹിയുടെ പ്രദേശത്ത് നിന്ന് കുടുംബമായി അവർ ഇവിടെ കടന്നു വന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹാഭിവാദനങ്ങൾ ഒരു പ്രാവശ്യം കൂടെ അർപ്പിക്കുന്നു. 17 വർഷങ്ങളായി നൂറുകണക്കിന് യാത്രകളിലൂടെ ഈ ആറ്റുതീരങ്ങളിലൂടെ ഈ ദേശത്തിന്റെ ഇരുകരകളിലും സുവിശേഷവുമായി കടന്നു വരുവാൻ സർവശക്തനായ ദൈവം നൽകിയ നല്ല അവസരങ്ങളെ നന്ദിയോടുകൂടി ഓർക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടെ ഈ ജൂണിന്റെ സന്ധ്യയോടെടുക്കുന്ന നേരങ്ങളൊന്നിൽ കടന്നു വരുവാൻ ദൈവം നൽകിയ അവസരത്തിന് 1000 വായ്ത്താരികൾ അരുമനാഥന്റെ പാദാന്തിക അർപ്പിക്കുന്നു. ദൈവവചനം ഏതൊരു കാലഘട്ടങ്ങളിലും ഹൃദയങ്ങളെ അന്തരാത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്നവയാണ്. പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കുകയും മീനുളുമ്പിന്റെ ദുർഗന്ധമുള്ള മുക്കുവ ചെറുപ്പക്കാരെ അപ്പോസ്തലന്മാരാക്കുകയും 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിക്കുകയും മരിച്ചു 4 ദിവസമായി നാറ്റം വെച്ച ലാസറിനെ പോലും ഒരു വാക്കുകൊണ്ട് മടക്കി വരുത്തുകയും ഒക്കെ ചെയ്ത സർവശക്തനായ പൊന്നുതമ്പുരാന്റെ സ്വർഗത്തിന്റെ മണിമകുടമായ
ദൂതന്മാരുടെ ആരാധ്യനായ പറുദീസായുടെ കോഹിന്നൂർ രത്നമായ പാപലോകത്തിൽ നിന്ന് ജനത്തെ വീണ്ടെടുക്കുന്ന, അലറി ആഞ്ഞടിക്കുന്ന കടലിന്റെ തിരമാലകൾക്ക് പഞ്ചസാര മണലുകൊണ്ട് അതിർവിരിക്കുന്ന, എവറസ്റ്റ് കൊടുമുടികളെ വെള്ളുത്രാസിൽ തൂക്കുന്ന, ആകാശത്തെ ചാണുകൊണ്ടളക്കുന്ന, ഭൂമിയുടെ പൊടിമുടിനം നാഴിയിൽ ഒതുക്കുന്ന ആ പൊന്നു തമ്പുരാൻ, മനുഷ്യന്റെ തലയിലെ രോമങ്ങൾ വരെയും എണ്ണിയറിഞ്ഞ, ഭാവിയും ഭൂതവും വർത്തമാനവും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ആരാഞ്ഞറിയുന്ന, ഏത് മാരക രോഗത്തിൽ നിന്നും ഒരു വാക്കുകൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയുന്ന ആ കർത്താവിനെ കുറിച്ചുള്ള വർണ്ണന എന്നും ശ്രേഷ്ഠമാണ്. അത് വർണ്ണിക്കുന്നത് ആത്മീക ജീവിതത്തിന്, ആധ്യാത്മിക ജീവിതത്തിന് വേണ്ടി ആയുസ്സും ആരോഗ്യവും ജീവിതവും ജീവനും മാറ്റിവെച്ച ഒരു വൈദിക ശ്രേഷ്ഠനാണെങ്കിൽ ആ വാക്കുകൾക്കും ആ വരികൾക്കും അനുഭവത്തിന്റെയും ചിന്തയുടെയും ഊടും പാവും മെച്ചപ്പെടും. ഓർമ്മ വെച്ച നാൾ മുതൽ വൈദിക ശുശ്രൂഷയ്ക്കായി സമർപ്പിച്ച് സെമിനാരികളിലെ പഠനാനന്തരം തിരുവചനവുമായി അൾത്താരകളിൽ കുന്തിരിക്കത്തിന്റെ ഗന്ധമുള്ള കത്തുന്ന മെഴുകുതിരികളുടെ സാന്നിധ്യത്തിൽ നൂറുകണക്കിന് ആയിരക്കണക്കിന് ഇടങ്ങളിൽ ധ്യാനയോഗങ്ങളും പ്രാർത്ഥനാ നിരതനായി കുംഭസാരക്കൂട്ടിൽ നൂറുകണക്കിന് ആളുകൾക്ക്, ആയിരങ്ങൾക്ക് പാപമോചനത്തിന് നേതൃത്വം നൽകിയ കത്തോലിക്ക സഭയിലെ ആദരണീയനായ ഒരു വൈദികൻ തന്റെ വചനപഠനത്തിന്റെ ഇടയിലെവിടെയോ വേദപുസ്തകത്തിന്റെ ചില സത്യങ്ങൾ തന്റെ ചിന്തകളിൽ ചിന്തയിലിട്ടപ്പോൾ മനസ്സിന്റെ ഉള്ളറകളിലേക്ക് വചനമൊരു ശക്തിയുടെ മിന്നൽ പ്രവാഹം പോലെ ഇറങ്ങി വന്നപ്പോൾ തനിക്ക് മനസ്സിലായി, വിശ്വസിക്കുന്നതിന്റെ അപ്പുറത്ത് എന്തോ ചില സത്യങ്ങൾ കൂടെ. പിന്നൊരു തപസ്യ പോലെ തിരുവചനം പഠിച്ചു. പ്രാർത്ഥനാ മുറികളിൽ രാത്രികൾ പകലാക്കി. പരിശുദ്ധാത്മാവ് തന്റെ ഹൃദയാന്തരാത്മാവിലേക്ക് ഇറങ്ങി വന്നപ്പോൾ വെളിപ്പെട്ട സത്യങ്ങൾ പലതും ഞെട്ടിക്കുന്നവയും പുറന്തോടിന്റെ ഉള്ളിൽ നിന്ന് പുറത്തു ചാടുവാൻ പ്രേരണ നൽകി. പൗരോഹിത്യത്തിൽ നിന്ന് ആത്മീക ചിന്തകളിലേക്ക് സമർപ്പിതനായ കർത്തൃദാസൻ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭാരതത്തിന്റെ അനേകിടങ്ങളിൽ ആയിരങ്ങൾക്ക് ദിവ്യ വെളിച്ചമായി, ഈ തലമുറയിൽ ഒരു ദൈവ മനുഷ്യനായി, ഈ കാലഘട്ടത്തിൽ ഒരു അപ്പോസ്തലനായി, സുവിശേഷത്തിനായി ജൈത്രയാത്ര ചെയ്യുന്നു. ഈ സന്ധിയിൽ ഈ നെടുമുടിയിലും കടന്നു വരുവാൻ ദൈവം തനിക്ക് അവസരമൊരുക്കി. തന്റെ സ്വന്തം വാചകങ്ങളിൽ ദൈവം വരുത്തിയ മാറ്റങ്ങൾ കേൾക്കുന്ന നമുക്ക് അനുഗ്രഹമായി തീരുവാൻ ഇടയാക്കുമാറാകട്ടെ. 10,000-ങ്ങളെ കർത്താവിലേക്ക് നടത്തുവാൻ, സന്യാസിനിമാരെ സ്നാനജലാശയത്തിൽ ഇറക്കുവാൻ, പ്രാർത്ഥനയും വ്രതവും നോക്കിയിരിക്കുന്ന പല ആളുകൾക്കും യഥാർത്ഥ മോക്ഷത്തിന്റെ വഴി ചൂണ്ടിക്കാണിക്കുവാൻ കർത്താവ് ഉപയോഗിക്കുന്ന ഈ തലമുറയുടെ ദൈവമനുഷ്യൻ റവറന്റ് ഫാദർ ക്രിസ്പിൻ തുടർന്ന് നമ്മോട് ദൈവവചനം സംസാരിക്കും. ഈ രണ്ട് സഹോദരങ്ങൾക്ക് നമ്മൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം കൊടുക്കുകയാണ്. ഈ വചനം അവരുടെ നിത്യജീവന് കാരണമാകുവാനും അവരുടെ കുടുംബം രക്ഷ പ്രാപിക്കുവാനും നിത്യജീവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ പ്രാപിക്കുവാനും ഈ മക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ പിതാവേ, എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാൻ എന്റെ അടുത്തേക്ക് വരികയില്ല. എന്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ട് എന്റെ അടുത്തേക്ക് വരുന്നവരെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. കർത്താവേ, നിന്റെ മക്കളിൽ നിന്ന് സ്വീകരിക്കാൻ പോകുന്ന ഈ വചനം അവർ ഇത് വായിച്ച് അത് ഉൾക്കൊണ്ട് അത് പ്രമാണിച്ച് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെടുവാനും നിന്റെ മക്കളെ അനുഗ്രഹിക്കണം. അപ്രകാരം നീ ചെയ്തതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയം നമ്മൾ ചിന്തിക്കാൻ പോകുന്ന വിഷയം മരണത്തിൽ നിന്ന് ജീവനിലേക്ക്. അതിനായി നാം എടുക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം അതിന്റെ 38 മുതലുള്ള വചനങ്ങളാണ്. അതിൽ നിന്ന് ഒരു വചനം നമുക്ക് വായിക്കാം. അതിന്റെ 44-ാമത്തെ വാക്യം. ലാസറേ, പുറത്തു വരിക എന്ന് വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവന്റെ കാലും കൈയും ശീല കൊണ്ട് കെട്ടിയും മുഖം റുമാൽ കൊണ്ട് മൂടിയും ഇരുന്നു. അവന്റെ കെട്ട് അഴിപ്പിൻ, അവൻ പോകട്ടെ. യേശു
അവരോട് പറഞ്ഞു. അവൻ പോകട്ടെ എന്ന് യേശു അവനോട് പറഞ്ഞു. ദിവസം കഴിഞ്ഞു. ആ ലാസറെ ഉയർപ്പിക്കാനായിട്ട് കർത്താവ് വന്ന ശവക്കല്ലറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ